ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു മൈ ചാനൽ. ആദ്യം തന്നെ ഒരു കാര്യം പറയാം, എന്നെ ആർക്കും പരിചയം ഉണ്ടാവില്ല, കാരണം ഇതിൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്. ഈ വീഡിയോൻ്റെ ഓഡിയോ ക്ലിയർ അല്ല, അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് വ്ളോഗ് ആയതുകൊണ്ട് തന്നെ വീഡിയോക്ക് കുറേ തെറ്റുകുറ്റങ്ങൾ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വീഡിയോ മുതൽ റെഡി ആയി തുടങ്ങാം കേട്ടോ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ്. അപ്പം എൻ്റെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഈ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. രാവിലെ എണീച്ച് വന്നപ്പോൾ തന്നെ കണ്ടത് ഈ ഒരു മുഖമാണ്. ഇതാണ് എൻ്റെ ലിയോ. നമുക്ക് ഇയാൾ മാത്രമല്ല കേട്ടോ, വേറെ 2-3 പേരും കൂടിയുണ്ട്. ഇതാണ് അമ്മു, നമ്മൾ അമ്മുകുട്ടി. ഇവരെന്ന് പറയാൻ നമ്മൾ എണീക്കുന്നതിന് മുമ്പേ ഇവരെ എണീച്ചിട്ടുണ്ടാവും. 4 മണിയാകുമ്പോഴത്തേന് ഇവരുണർന്ന് കാണും. ഞാൻ ആ സമയത്തൊന്നും അറിയുന്നത് പോലും ഉണ്ടാവില്ല. പിന്നെ ഇതാണ് ജോയ. ആളെ കാണാൻ സൈലൻ്റ് ആണെങ്കിലും ആൾ ശരിക്കും വയലൻ്റാണ് ഗൈസ്. അവരൊക്കെ ഒന്ന് കണ്ടതിന് ശേഷം ഞാൻ നേരെ ബ്രഷ് ചെയ്യാൻ വന്നു. അപ്പോൾ നമുക്ക് ബ്രഷ് ചെയ്തിട്ട് കാണാം ഗൈസ്. ഞാൻ എണീറ്റത് മുതൽ അവർ വെയിറ്റ് ചെയ്തിരിക്കുക. ഞാൻ അവരെ ഫുഡ് കൊടുത്തിട്ട് മതി ബാക്കിയെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് ഞാൻ നേരെ മുകളിലേക്ക് പോയപ്പോഴോ ഒരാൾ എന്നെ ചുറ്റുപറ്റി നടക്കണം. നമ്മൾ അപ്പൂന് ഫുഡ് കൊടുക്കാൻ വന്നത് കേട്ടോ. ആരാണ് അപ്പു എന്നല്ലേ? ഇവനാണ് എൻ്റെ അപ്പു. അങ്ങനെ ആൾക്ക് ഫുഡ് കൊടുത്ത് ഞാനങ്ങ് താഴെ പോയി. ഇന്ന് ഓഫീസും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് റെഡി ആയി പോകേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഇറങ്ങാം കേട്ടോ. അപ്പോൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ ഫ്രഷ് ആകാൻ പോയി. ഫ്രഷ് ആയി വന്ന് ഞാൻ പെട്ടെന്ന് തന്നെ റെഡി ആവാനിരുന്ന്. ഞാനൊരു ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കാനുള്ള ഇരുത്താണത്. നേരെ ഇല്ലെങ്കിലും ഇതിനൊന്നൊരു കുറവില്ല കേട്ടോ. ഈ ഗെറ്റ് റെഡി വിത്ത് മീ ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ട്, കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കണ്ടു നോക്കണേ. അങ്ങനെ തട്ടിക്കൂട്ടൊരു ഗെറ്റ് റെഡി വിത്ത് മീ എടുത്ത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തി എഗ് റോസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഗൈസ് ഞാൻ ഇറങ്ങുകയാണ് കേട്ടോ. സമയം ഇപ്പോൾ ഏകദേശം ഒരു 8:30 ആയിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു 8:45 ആകുമ്പോഴത്തേനും ബസ് സ്റ്റോപ്പിലെത്തുന്നുണ്ട്. ഞാൻ കാക്കേൻ്റെ കൂടെയാണ് പോയിട്ടുണ്ടായിരുന്നത്. കാക്ക എന്നെ ബസ് സ്റ്റോപ്പിലാക്കിയിട്ട് അവിടെ നിന്ന് നേരെ ഞാൻ ബസ്സിന് പോകും. എൻ്റെ വർക്ക് വരുന്നത് മക്കരപ്പറമ്പാണ്. അപ്പോൾ നമുക്ക് ഓഫീസിലെത്തിയിട്ട് കാണാം. അങ്ങനെ ഓഫീസിലെത്തി ഞാൻ എൻ്റെ വർക്കും കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്ത് തീർക്കേണ്ടതായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കതൊക്കെ ചെയ്ത് തീർത്തിട്ട് കണ്ടാലോ.
ലഞ്ച് ടൈം അപ്പോൾ നമ്മൾ ലഞ്ച് കഴിക്കാൻ പറ്റുന്നു. ഇന്ന് വെണ്ടക്ക കറി അച്ചാറുമായിരുന്നു. എൻ്റെ ഫേവറേറ്റ് കറിയാണ് വെണ്ടക്ക കറി. അത് നമുക്ക് കഴിച്ചിട്ട് കാണാം ഗൈസ്. ഇത് സാബിത്ത്, എൻ്റെ ഓഫീസിലെ സ്റ്റാഫാണ്. ഒക്കെ ഭയങ്കര മടി എൻ്റെ വീഡിയോയിൽ വരാൻ വേണ്ടിയിട്ട്. നമ്മളെല്ലാം ആൾ വെറുതെ വിടുമോ, വീഡിയോയിൽ കാണിച്ചിട്ട് എൻ്റെ കാര്യം എന്തെങ്കിലും. അപ്പോൾ വർക്കും കാര്യങ്ങളെല്ലാം തീർത്ത് ഒരു 5 മണിയായപ്പോൾ അവനോട് ബൈ പറഞ്ഞ് ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് നേരെ ഒരു ബസ്സും പിടിച്ച് ഞാൻ കുന്നുമ്മൽ പോയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇവിടുന്ന് മക്കരപ്പറമ്പിൽ നിന്ന് 2 ബസ്സുണ്ട് വീട്ടിലേക്ക്. കുന്നുമ്മൽ ചെന്നിട്ട് വേറൊരു ബസ്സും കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് ബസ് ഇറങ്ങിയിട്ട് കാണാം. അവിടുന്ന് ബസ് ഇറങ്ങിയിട്ടുള്ള കുറച്ച് ക്ലിപ്സൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി. എന്തായാലും നമ്മൾ മച്ചിങ്ങിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഈ കണ്ടില്ലേ, ഇതെന്ന് എനിക്ക് ബസ്സിൽ നിന്ന് പറ്റിയ മുറിവാണ്. കൈ മുറിഞ്ഞിട്ടുണ്ടായിരുന്നു, നന്നായിട്ട് ബ്ലഡ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരെ വീട്ടിലേക്ക് നടന്നു. ആ കാണുന്ന അതാണ് എൻ്റെ വീട്. അപ്പം നമുക്ക് വീട്ടിലെത്തിയിട്ട് കാണാം. വീട്ടിൽ കയറി വരുമ്പോൾ ഏറ്റവും വലിയ ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. കണ്ടോ, നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് ഇവരൊക്കെ. നേരെ വന്ന് ഫ്രഷ് ആയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ നേരെ ചായ കുടിക്കാനായി പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അടുക്കളയിൽ വന്നപ്പോൾ ഇതേ ഒരാളിരിക്കുന്നത്. അതന്നല്ലേ നമ്മളെ ലിയോ. അപ്പം നമുക്കിന്ന് ചായക്ക് കടി എന്താണെന്ന് വെച്ചാൽ അവർ കഴിച്ചതായിരുന്നു. അപ്പം നമുക്കത് കഴിച്ചിട്ട് വരാം. നിസ്കാരമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഇതാ താത്ത എനിക്കൊരു സ്വീറ്റ് കോൺ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ നമ്മൾ അത് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നേരെ എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അൺബോക്സ് ചെയ്യാനായിരുന്നിരുന്നു കേട്ടോ. അൺബോക്സിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അടുക്കളയിൽ ചെന്നപ്പോൾ അത് കഴിഞ്ഞ് നമുക്കിവിടെ പഴം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് പഴം വാട്ടി കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ നേരം ഞാൻ അവർക്കൊക്കെ ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ തുണി വിരിച്ചിടാൻ വേണ്ടി വന്നതാണ്. മഴയും കാരണമായതുകൊണ്ട് പുറത്ത് തന്നെ നമുക്ക് ഈ പരിപാടി ഒന്നും നടക്കില്ല. മഴ കാരണം തുണിയൊന്നും ഉണങ്ങി കിട്ടാറില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഇപ്പോൾ ചെയ്യാറ്. അപ്പം നമ്മൾ ചോറ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. ചോറിന് സാമ്പാറും മത്തി പൊരിച്ചും അച്ചാറും ആയിരുന്നു. ബിസ്ക്കറ്റും പിന്നെ കുറച്ച് പിസ്ത എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു.
അത് കഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് കഴിഞ്ഞ് വീണ്ടും വിശന്നപ്പോൾ ഞാൻ കുറച്ച് കട്ട് ഫ്രൂട്ട്സ് എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫൈനലി കുറച്ച് വെള്ളം കുടിച്ച് ഞാൻ കിടക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. എൻ്റെ ഒരു ദിവസം ഇതാണ് ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നേക്ക് വരെ ലവ് യു ആൻഡ് ബൈ.